നമ്മുടെ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ഇത് നമ്മൾ പുനലൂർ കാര്യറയാണ് സ്ഥിതി ചെയ്യുന്നത്. കാര്യറ താവളം ജംഗ്ഷനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. താവളം ജംഗ്ഷൻ. താവളം ജംഗ്ഷനിൽ ഒരു 100 മീറ്റർ ഉള്ളിലോട്ടാണ്. നമ്മൾ പ്രധാനമായും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? നമ്മളിപ്പം പ്രധാനമായും മുട്ടക്കോഴികളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മുട്ടക്കോഴികളെ. ഈ കാണുന്ന മുട്ടക്കോഴിയൊക്കെ പുതിയ ഇനത്തിലുള്ളതാണ്. അതെ, BV380 എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴികളാണിത്. നമുക്ക് വർഷത്തിൽ ഒരു 320-330 മുട്ടകൾ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഏകദേശം ഒരു 300 കോഴികൾ നമ്മളിപ്പം വളർത്തുന്നുണ്ട്. നമുക്കൊരു ഏകദേശം ആവറേജ് 290 മുട്ട 280 മുട്ട നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. അതായത് അടയിരിക്കത്തില്ല. അടയില്ല. ഈ മുട്ടയ്ക്ക് ഈ കോഴിക്ക് അടയില്ല. അതേപോലെ പൂവൻ കോഴി വേണ്ട. അന്നേരം അതിന്റെ ഈ ബ്രീഡിംഗ് സംവിധാനം അതിനെ പറ്റി ഒന്ന് പറയാമോ? ബ്രീഡിംഗ് സംവിധാനം എന്ന് പറയുന്നത്, നമ്മളിത് വെങ്കടേശ്വരയ്യ ഹാച്ചറി എന്ന് പറയുന്ന ഒരു ഹാച്ചറി ഉണ്ട്. അവർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇതിന്. അത് അവിടുന്ന് നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞിനെ കൊണ്ടുവരുന്നതാണ്. അവിടുന്ന് കമ്പനിയിൽ നിന്ന് ഡേ ഓൾഡ് കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇതിന് വാക്സിനേഷനുകളുണ്ട്. ഫസ്റ്റ് ഡേ വാക്സിനേഷൻ കമ്പനി തന്നെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം ഒരു വാക്സിനേഷനുണ്ട്. അത് നമ്മളിവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് 14ാമത്തെ ഡേ അടുത്ത വാക്സിനേഷൻ, അത് കഴിഞ്ഞ് 21ാമത്തെ ദിവസം അടുത്തത്, 27-ന് അടുത്തത്. ഇത്രയും വാക്സിനേഷൻ കഴിഞ്ഞിട്ടാണ് ഇതിന് നമ്മൾ പിന്നെ ഇതിനുള്ള ബാക്കി കാര്യങ്ങൾ, പിന്നെ കാൽസ്യം, അതേപോലെ വിറ്റാമിൻ ബി കോംപ്ലക്സ്, ഇതെല്ലാം നമ്മൾ വെള്ളത്തിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് ഇതിന് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് തന്നെ നമ്മൾ ഈ മുട്ട ഇവിടുന്ന് വിൽപ്പനയുണ്ടോ? ഇവിടെ തന്നെ നമ്മൾ മുട്ട വിൽപ്പനയുണ്ട്. അതേപോലെ നമുക്ക് കടകളുണ്ട്. അവർ ഓർഡർ വിളിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൊണ്ട് കൊടുക്കും. ഹോൾസെയിലായിട്ട് അവർക്ക് നമുക്കിതിപ്പോൾ ഓൾറെഡി സ്റ്റോക്കുകളാവുന്നില്ല. ഇന്നത്തെ മുട്ട ഇന്നത്തേക്ക് തന്നെ പോകാനുള്ളതേ ഉള്ളൂ. ഓവറായിട്ട് സ്റ്റോക്ക് ആവുന്നില്ല മുട്ടകളൊന്നും. നമുക്ക് അധികം മുട്ടകൾ ഇല്ല. നമുക്ക് ഒരു 300 മുട്ടയ്ക്കകത്തേ ഒരു ദിവസം വരുന്നുള്ളൂ. 290 മുട്ട 300 മുട്ടയ്ക്കകത്തേ ഒരു ദിവസം വരുന്നുള്ളൂ. പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മുട്ടക്കോഴിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ ഇവിടുന്ന് കോഴി എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് വാങ്ങണമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സംവിധാനം? നമുക്ക് ഈ ഡേ ഓൾഡ് കോഴിയെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ വളർത്തി ഒരു 2 മാസം അതിൻ്റെ ഒരു പീരീഡ് ഉണ്ട്. അതായത് എല്ലാ വാക്സിനേഷനും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു 2 മാസത്തെ പീരീഡ് ഉണ്ട്. അത് നമ്മൾ വളർത്തി 2 മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ വിൽക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ഷെഡിൽ അത് വിൽക്കാനുള്ള തയ്യാറെടുപ്പായി. ഇപ്പോൾ 65 ദിവസമായിട്ടുണ്ട് അടുത്ത ബാച്ചുകൾക്ക് വിൽക്കാനുള്ള. 65 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കോഴിയെ സെയിൽ ചെയ്യുന്നത്. 65 ദിവസം കഴിഞ്ഞിട്ടേ സെയിൽ ചെയ്യും. അതായത് നമ്മൾ വാക്സിനേഷനും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്താണ് നമ്മൾ 2 മാസമാണ് സെയിൽ ചെയ്യുന്നത്. അത് നമ്മൾ എത്ര രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 220 രൂപ റേറ്റിലാണ് നമ്മൾ ഒരു കോഴിയെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 220 രൂപയ്ക്ക് കസ്റ്റമർക്ക് ഇവിടുന്ന് വാങ്ങാം. അത് മുട്ടക്കോഴിയാണ്. ഇതിന് അടയില്ലെന്നുള്ളതാണ് ഗ്യാരണ്ടിയാണ്. അതായത് 320 മുട്ട 4.5 മാസം ആകുമ്പോൾ ഈ കോഴി മുട്ടയിടും. ഇപ്പോൾ 2 മാസമായ കോഴികളെയാണ് നമ്മൾ കൊടുക്കുന്നത്. 4.5 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ ഈ മുട്ട സ്റ്റാർട്ടായി തുടങ്ങും. മറ്റൊരു സംശയം ചോദിക്കട്ടെ, നമ്മൾ ഈ കോഴി ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ തുടർന്ന് ഇതിന്റെ വാക്സിനേഷൻ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? തുടർന്ന് ഇതിന് വാക്സിനേഷൻ ഇനി കൊടുക്കണമെന്നില്ല. ഇതിന് നമ്മൾ പിന്നെ കാൽസ്യം ബി കോംപ്ലക്സും കൊടുക്കണം. ആഴ്ചയിൽ കാൽസ്യം ബി കോംപ്ലക്സും നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കൂട്ടി തന്നെ ഇതേപോലുള്ള രീതിയിൽ കൂട്ടി തന്നെയാണ് വളർത്തുന്നത്. ഇത് ഹൈടെക് കൂടാണ്. ഹൈടെക് കൂടിൽ തന്നെ നമ്മൾ ഹൈടെക് കൂടിലാണ് വളർത്തുന്നത്. ഹൈടെക് കൂടി വളർത്തുന്നതുകൊണ്ട് നമുക്ക് മുട്ടകൾ പൊട്ടാതെയും അതേപോലെ വേസ്റ്റ് ക്ലിയറൻസ് ചെയ്യാനും എല്ലാം നമുക്ക് സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ഹൈടെക് കൂടിൽ വളർത്തുന്നത്. നമുക്കത് എങ്ങനെ വേണമെങ്കിലും വളർത്താം. വീടുകളിലിട്ട് തറയിലിട്ട് വേണമെങ്കിലും വളർത്താം. എങ്ങനെ വേണമെങ്കിലും വളർത്താം. പ്രധാനമായും ഇതിന് നമ്മൾ തീറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോഴിത്തീറ്റ. ഇത് നമ്മൾ കോഴിത്തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ KSന്റെ ഡീലക്സ് പ്ലസ് എന്ന് പറഞ്ഞ കോഴിത്തീറ്റയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഈ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ഇത് ലെയർ മാഷ് എന്ന് പറഞ്ഞ തീറ്റയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ഈ വളർത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പിന്നെ ഗ്രോവർ എന്ന് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടറിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഗ്രോവറിലാണ് നിൽക്കുന്നത്. ഇനി മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും അത് ഗ്രോവർ തന്നെയാണ് കംപ്ലീറ്റ്. മുട്ട ഇട്ട് തുടങ്ങുന്നിടം വരെയും ഗ്രോവർ തന്നെയാണ് കൊടുക്കുന്നത്. മുട്ട ഇട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ലെയർ മാഷ് എന്ന് പറയുന്ന ഈ ഒരു തീറ്റയിലോട്ട് മാറുന്നുണ്ട്. അന്നേരം നമ്മൾ ഈ വാങ്ങുന്ന കസ്റ്റമറിന് നമ്മൾ ഇതിൻ്റെ തീറ്റയെ പറ്റിയുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയാണല്ലോ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയാണ് കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ ഇതിന് തീറ്റ കൊടുക്കുന്ന ഒരു ടൈമുണ്ട്. രാവിലെ നമ്മൾ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ തീറ്റ കൊടുക്കും. ഒരു വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ തീറ്റ പ്രൊവൈഡ് ചെയ്തിന് ഇതിന് കൊടുക്കുന്നുണ്ട്.
അതുപോലെ 2 നേരമാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. അധികം ഫുഡ് നമ്മൾ ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കോഴി മുട്ട ഇടാൻ പരുവാകുമ്പോൾ നമ്മൾ 1 300, 1 200, 1 300 ഇതേ വെയിറ്റേ ആവാവൂ. ഇതിൽ കൂടുതൽ വെയിറ്റ് ആയി കഴിഞ്ഞാൽ മുട്ട കിട്ടില്ല നമുക്ക്. ഇതിൽ നെയ്യ് മുറ്റിയിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഡെയിലി മുട്ട കിട്ടാതാവും. ചിലപ്പോൾ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴായിരിക്കും പിന്നെ മുട്ട കിട്ടുന്നത്. അതുപോലെ ഇടയ്ക്ക് ഇതിന് മുട്ട ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ ഈ പച്ചക്കറി ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നു. പച്ചക്കറി ഐറ്റംസ്, ഇല ഐറ്റംസ് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ അതായത് നമ്മൾ മുരിങ്ങ ഇല, അതേപോലെ കപ്പയുടെ ഇല, അത് വാഴപ്പിണ്ടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അത് നമ്മൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ കൊടുത്താൽ മതിയാവും. ഉച്ച സമയങ്ങളിലൊക്കെ കൊടുക്കും. ഇനിയിപ്പം ചൂട് കൂടുതലായതുകൊണ്ട് കുറച്ച് നമുക്ക് തീറ്റ ചൂട് കൂടുതലായതുകൊണ്ട് കുറച്ച് മുട്ടയുടെ കുറവുണ്ട് ഇപ്പം. നമുക്കിവിടെ ഒരു കുളമൊക്കെ എന്താണ് സംവിധാനം? ഒരു കുളമൊക്കെ കുഴിച്ച് അത് നമ്മൾ പോത്തുകളുണ്ടല്ലോ, പോത്തുകൾക്ക് കുളിക്കാനായിട്ട്, അവർക്ക് കുളിക്കാനായിട്ട് ഇറങ്ങിക്കിടക്കാൻ, ചെളിയിലൊക്കെ കിടക്കാൻ, അങ്ങനെയുള്ള സംവിധാനത്തിൽ കുളമൊക്കെ ചെയ്തിട്ടേക്കുവാണ്. പിന്നെ ഇവിടെ ഇവിടെയൊക്കെ ചെറിയ കൃഷികളൊക്കെ ഒന്ന് സെറ്റാക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണത്. ഇവിടെ എന്ത് കൃഷി സെറ്റാക്കാനാണ്? ഇതിൽ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് പുല്ല് നടണം. കുറച്ച് പുല്ല് നട്ടുകൊണ്ട് ബാക്കി കുറച്ച് എന്തെങ്കിലും പറ്റുന്ന കൃഷികൾ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ട് പൈപ്പ്, ഇപ്പം നിങ്ങൾ കാണാം അവിടെ പൈപ്പുകൾ കുഴിച്ചിട്ടേക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ഓരോ പൈപ്പുകൾ പൊങ്ങി നിൽക്കുന്നത്. അത് നമ്മൾ കുരുമുളക് കൃഷി ചെയ്യാനായിട്ട്, കുരുമുളക് പടത്താനായിട്ടാണ് മുകളിലോട്ട് കുരുമുളക് വന്നു കഴിയുമ്പോൾ ഇതിൽ ഹൈറ്റിൽ നമ്മൾ പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് മേപ്പോട്ട് വെച്ച് കുരുമുളക് പടത്തി വിടും. സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ ഉള്ള കൃഷി എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ ചീരയുണ്ട്. നമുക്കൊരു വിളവെടുപ്പ് കഴിഞ്ഞ് ചീര, അതിനിപ്പം പുതുതായിട്ട് ഇപ്പം ചീര ഇട്ടിട്ടുണ്ട്. ചീരയും പടവലോ? പടവലല്ല, അത് പാവയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. പാവയ്ക്ക, പയറൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കൃഷി ചെയ്തെടുത്ത് മാറ്റി. ഇപ്പം ഇനി കുറച്ചേ ഉള്ളൂ പയറൊക്കെ. ഇനിയിപ്പം പാവല് കയറി വരുന്നുണ്ട്. അതിൽ ചീര നമ്മൾ ഒരു ട്രിപ്പ് വിളവെടുത്ത് കഴിഞ്ഞു. അടുത്ത ട്രിപ്പ് ഇട്ടേക്കുവാണ് ഇപ്പം. ഇതിപ്പോൾ 1 മാസത്തിനകത്ത് നമ്മൾ വിളവെടുക്കും. ഇത് മിക്സഡ് ഫാമിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞാനൊരു പ്രവാസിയായിരുന്നു. ഞാൻ 16 കൊല്ലം ദുബൈയിലായിരുന്നു. ഇപ്പോൾ ഒരു AC ടെക്നീഷ്യനാണ്. ഞാൻ ഇപ്പോൾ വർക്കുകളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫാമിലി എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഒരു മോനും ഒരു മോളും വൈഫും ഉണ്ട്. വളരെ സന്തോഷമായിട്ട് അവരെല്ലാവരും വരും. മക്കളാണ് ഇവിടെ നിൽക്കുന്നത്. പേരെന്താണ് മോന്റെ? എന്റെ പേര് മുഹമ്മദ് നിഷാൻ. ഇയാടെയോ? നിങ്ങൾ രണ്ടും വാപ്പാന്റെ കൂടെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഉണ്ടോ? എല്ലാ കാര്യത്തിനും സന്തോഷമാണോ? കൃഷി മാത്രം പഠിക്കുന്നൊന്നുമില്ല? പഠിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പഠിക്കുവോ? പഠിക്കുന്നതിന്റെ കൂടെ കൃഷിയും മറ്റു കാര്യങ്ങളും ഇതിനെല്ലാം വലിയ ഇഷ്ടമാണോ? പോത്തിനെയും നമ്മുടെ പിന്നെ കോഴിയെയും എല്ലാത്തിനെയും, ആടിനെയും എല്ലാം വിൽപ്പനയ്ക്കുള്ള തയ്യാറായോ? അതെ, ഇതാണ് നമ്മളെ വിൽപ്പനയ്ക്കായിട്ടുള്ള കോഴികൾ. 65 ദിവസമായി ഇന്ന് പ്രായം. നമ്മൾ പിന്നെ 220 രൂപ റേറ്റിലാണ് ഈ കോഴികളെ ഇപ്പം കൊടുക്കുന്നത്. ഇത് കംപ്ലീറ്റ് വാക്സിനേഷൻ കഴിഞ്ഞതാണ്. അതായത് 4 വാക്സിനേഷൻ ഇതിൻ്റെ കംപ്ലീറ്റ് ആയതാണ്. ഇപ്പം ഇത് 2.5 മാസം കൂടെ ഇനി കഴിയുമ്പോൾ ഇത് മുട്ടയിട്ട് തുടങ്ങും. എല്ലാം പിടക്കുഞ്ഞുങ്ങളാണ്. കൊത്തുന്ന കോഴി. അതായത് പിന്നെ 225 രൂപയ്ക്ക് 220 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3000 കോഴികൾ ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പം ഏകദേശം 2000 എണ്ണം നമ്മൾ സെയിൽ ചെയ്ത്